പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിത്തരാം. പക്ഷേ ഈ പൂജ ചെയ്യേണ്ടത് ആ നവദമ്പതികളാണ്. കാർത്തിക്കും മീനാക്ഷിയും ഒരുമിച്ചിരുന്നാണ് ഈ പൂജകളൊക്കെയും ചെയ്തു തീർക്കേണ്ടത്. അതെങ്ങനെ നടക്കും? അവനാണെങ്കിൽ വാളും വട്ടക എടുത്തോണ്ട് നടക്കുകയല്ലേ. തറവാടിന്റെ ശാപമാണെന്നും പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. കാർത്തികനും തയ്യാറാകത്തുമില്ല. മീനാക്ഷിയും കാർത്തിക്കും ഒരുമിച്ചിരുന്ന് പൂജ ചെയ്താലേ ഇവിടെയുണ്ടായ ശാപങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവൂ. എങ്ങനെങ്കിലും ഈ പൂജ നമുക്ക് നടത്തിയേ പറ്റൂ. അച്ഛനും അമ്മയും വിഷമിക്കാതിരിക്കെ ദൈവം തന്നെ ഇതിനൊരു വഴി ഉണ്ടാക്കിത്തരും. മോള് എന്തെടുക്കുക? കുഞ്ഞിനുള്ള പാലെടുക്കാമേ. ആ, ഇത് കാണുമ്പോ ഒരു കാര്യം ഞാൻ ഓർത്തു പോവാ മോളെ. എന്താ അമ്മേ? പ്രസവിക്കാത്ത മക്കളുള്ള 3 പേരുണ്ട് ഈ വീട്ടില്. എന്റെ അമ്മ രാജലക്ഷ്മി അമ്മ 3 പ്രസവിച്ചതാ. പക്ഷെ അമ്മ പ്രസവിക്കാത്തൊരു മകള് ആ അമ്മയ്ക്കുണ്ട്. ഈ ഞാൻ, പിന്നെ നീ. നിന്നെ ഞാൻ പ്രസവിച്ചതല്ലല്ലോ. അത് ശരിയാ. ഞാൻ പ്രസവിക്കാത്തൊരു മകൾ എനിക്കുണ്ട്. അതിനാ ഈ പാല്. ആ മോളെ, ഞാൻ ഇങ്ങോട്ട് വന്നത് മോളോട് സീരിയസ് ആയ ഒരു കാര്യം പറയാനാ. എന്താ അമ്മേ? ആ, നീയും കാർത്തിയും കൂടി ഒരുമിച്ചൊരു പൂജ ചെയ്യണമെന്ന ജ്യോതിഷവിധി. അതെങ്ങനെ നടക്കും അമ്മേ? എടറി നടക്കുന്ന ACP എങ്ങനെ എന്നോടൊപ്പം ഇരുന്ന് പൂജ ചെയ്യും? പക്ഷെ അവനെ കൂടെ ഇരുത്തി നിങ്ങൾ ഒരുമിച്ച് പൂജ ചെയ്താലേ ഈ തറവാട്ടിലെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടു. അങ്ങനെ വേണമെങ്കിൽ അത് വല്ല ഉടായ്പില് കൂടെ പറ്റൂ. ഏതായാലും അമ്മ വിഷമിക്കണ്ട, ഒരു വഴി ഒത്തുവരും. ജോത്സ്യം പറഞ്ഞതുപോലെ പൂജയും നടക്കും. ഞാൻ ഏറ്റു. അമ്മ ധൈര്യമായിട്ടിരുന്നു. ഓ, ഗൂഢാലോചനയാ. കേൾക്കാം. എന്നാൽ അങ്ങനെ ആവട്ടെ മോളെ, പിന്നെ കാണാം. ആ, മോളെ ഒന്നുകൂടെ ആലോചിക്കേ. ആ, ഒന്ന് നിന്നേ. തന്ത്രം മെനഞ്ഞു കഴിഞ്ഞോ? എന്ത് തന്ത്രം സാവിത്രി? ആ, മഞ്ഞപ്പിത്തുള്ളവര് നോക്കിയാല് എല്ലാം മഞ്ഞച്ചിരിക്കും. എന്തോന്നായിരുന്നടി ഇവിടെ കുതന്ത്രം? കുതന്ത്രോ? ആ, നീയും ആ നന്ദിനിയും കൂടി ഇവിടെ നിന്ന് എന്തോ രഹസ്യമായ പ്ലാൻ തയ്യാറാക്കായിരുന്നല്ലോ. എന്തായിരുന്നു ആ പ്ലാൻ എന്നാ ഞാൻ ചോദിച്ചത്. മറ്റുള്ളവരെ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതേ യൂസ്ലെസ് ഫെലോകളാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതേടി, ഞാൻ യൂസ്ലെസ് ഫെലോയാ. അതുകൊണ്ട് തന്നെ ചോദിക്കേ, എന്നെ എന്റെ മകനെ വാരിക്കുഴിയിൽ വീഴ്ത്താനുള്ള കോൺസ്പിറൻസി അല്ലേടി ഇവിടെ നടന്നത്? വാരിക്കുഴിയിൽ വീഴാൻ നിങ്ങളെന്താ കാട്ടാനെയാണോ? സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. കുതന്ത്രം, നല്ല പേര്. ആ കുതന്ത്രം ഇവർക്കിട്ട് പ്രയോഗിക്കാം. ആ, അതിന്റെ സത്യം ഞാൻ പറയട്ടെ. സത്യം പറയണം, സത്യമേ പറയാവൂ. ഇത് ഞാൻ പറയുന്നത്
എനിക്ക് നിങ്ങളോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾ എന്തായാലും എന്റെ ACPയുടെ അമ്മയല്ലേ, അതാ. നീ കിടന്ന് ഡപ്പാങ്കൂത്ത് കളിക്കാതെ കാര്യം പറ. അതായത് മുത്തശ്ശി പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോ ഈ കുടുംബത്തില് എന്തോ വലിയ ആപത്തും ഒരു അപകടവും കാണുന്നുണ്ട്. അതിന് ആ, കുഞ്ഞ് ജനിച്ചതിന്റെ ദോഷമാണെന്നാ പ്രശ്നവിധിയിൽ തെളിഞ്ഞത്. അതിനാ ദോഷം മാറണമെങ്കിലേ ഞാനും ACPയും ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യണം. ഹാ, കൊള്ളാമല്ലോടി വിദ്യ. അങ്ങനെ നീയും കാർത്തികും ഒരുമിച്ചിരുന്ന് ഒരു പൂജ ഇവിടെ ചെയ്യണ്ട. ദേ, അത് തന്നെയാ അവരും പറയുന്നത്. ഇളയച്ചനാണ് വലിയ നിർബന്ധം. ഈ പൂജ ചെയ്യാനേ അവരാരും തയ്യാറല്ലാന്ന്. അത് കൊള്ളാലോ. അവനെന്താ പൂജ ചെയ്യാത്തത്? ആ, അതിലവർക്ക് സന്തോഷമുള്ളൊരു കാര്യമുള്ളതുകൊണ്ട്. എന്ത് സന്തോഷം? ACPയുടെ കൊച്ചേ അച്ചമ്മക്കാലനാണെന്നാ പ്രശ്നം വിധി. അതിന്റെ 28 കെട്ടിന് മുൻപേ ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മ ഇടിവെട്ടേറ്റ് ചാവുന്ന ജോത്സ്യന്റെ പ്രവചനം. എന്റെ ദൈവമേ, ഇടിവെട്ടേറ്റുള്ള ദുർമരണം ഞാൻ ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടില്ല. ആ, എന്തായാലും അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുന്നു. എടി ദുഷ്ടേ, എന്റെ ദൈവമേ, ഇടിവെട്ടേറ്റെങ്ങാനും ചാവേണ്ടി വരുമോ? അയ്യോ. ഇതുപോലൊരു വീടാ ഞാനും ആഗ്രഹിക്കുന്നത്. അതെ, നല്ല വീടല്ലേ ഇത്? എന്തായാലും ഈ വീട് എനിക്കിഷ്ടപ്പെട്ടു. അയാളോട് വളരെ നല്ല സ്നേഹത്തിൽ നിന്നാലേ ഒരു വീട് വെക്കുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് താമസിക്കാം. അല്ല, വാടക കൊടുക്കുകയൊന്നും വേണ്ടല്ലോ. എല്ലാം ഓസിന് നടക്കണോ അല്ലേ? അതാണ് നിന്റെ ആഗ്രഹം. അല്ല, എന്താ നീ അങ്ങനെ പറഞ്ഞേ? കൈ നനയാതെ മീൻ പിടിക്കണം, ആ ഒരു തന്ത്രമാണല്ലോ നീ എപ്പോഴും കാണിച്ചിട്ടുള്ളത്. നനയേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നനഞ്ഞാ പോരെ? എന്താണ് നവദമ്പതികൾ? പ്രണയ മിഥുനങ്ങൾ. അയ്യോ, സ്വാമിനാഥൻ സാറോ? മൈഥിലി, ദേ ഇരിക്കു സാറേ. എന്തായി? വീടൊക്കെ ഇഷ്ടപ്പെട്ടോ രണ്ടുപേർക്കും? ഇഷ്ടമായി. കുട്ടിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലോ. മുഖം അങ്ങോട്ട് തെളിയുന്നില്ലല്ലോ. സാറേ, ഇവള് പൊതുവെ അങ്ങനെയാണ് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നതേ ഈ സൗകര്യങ്ങളൊക്കെ മതിയോന്നാ? ഇല്ലെങ്കിൽ അയ്യോ,
ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്നെ ധാരാളം. ഈ ഞായറാഴ്ച ദിവസങ്ങളിലെ ഞാൻ എൻ്റെ സ്വകാര്യ വിനോദങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരുന്ന വീടാ. ഗസ്റ്റുകളും ഞാനും മാത്രം. ഈ ജോലി തിരക്കിനിടയിലെ എന്തെങ്കിലും വിനോദമൊക്കെ വേണ്ടേ? അതാ ഞായറാഴ്ച ദിവസങ്ങളിലെ 1-2 വീശിയെറിയും. അയ്യോ സാറേ, ഇനിയപ്പോ എന്ത് ചെയ്യും? കിടക്കിയിലെ ഔട്ട് ഹൗസുകൾ വേറെ, 3-4 റിസോർട്ടുകളും. വൈശാഖിരിക്കേ, കുട്ടി വന്നിരിക്കേ. വാ വാ. മൈഥിലി ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്താ കുട്ടിക്ക് ഇപ്പോഴും ടെൻഷൻ മാറിയില്ലേ? വീട്ടുകാരൊക്കെ തൽക്കാലം വിട്ടുകളാ, അവരാരെയും പേടിക്കുകയും വേണ്ട. ഈ പ്രദേശത്തേക്ക് ശല്യപ്പെടുത്താൻ ആരും വരില്ല. ഈ സാമ്രാജ്യത്തിന്റെ അധിപൻ കൂട്ടക്കിളത്തിൽ സ്വാമിനാഥനാണേ. എന്നോടൊരു അയൽ രാജാവും യുദ്ധത്തിന് വരില്ല. കാരണം വരുന്നവർ തോറ്റുപോകും. അല്ല, ഞാൻ വന്നതേ മൈഥിലിക്കുട്ടിയോടായിട്ട് ഒരു കാര്യം പറയാനാ. വൈശാഖ് പോയാൽ പിന്നെ മൈഥിലിക്കുട്ടിയുടെ ഒറ്റയ്ക്കാ. മൈഥിലിക്കുട്ടിക്ക് കൂടി എന്തെങ്കിലും ജോലിക്ക് പിക്കൂടെ? അല്ല സാർ, അതിന് ജോലി. എന്റെ ഓഫീസിൽ മൈഥിലിക്ക് ജോലി ചെയ്തൂടെ? അല്ല, എനിക്ക് ജുവലറി മാത്രമല്ല, ഒരുപാട് ബിസിനസ്സുകൾ വേറെയുണ്ട്. എന്നെ സഹായിക്കാൻ എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് വലിയ സഹായമായിരിക്കും. തൽക്കാലം ഒരു സ്റ്റെനോഗ്രാഫറുടെ വേക്കൻസി ഉണ്ട്. ജോയിൻ ചെയ്താൽ 60,000 രൂപ സാലറി തരാം പെർ മന്ത്. സാറേ, ഇതിലിത്ര കൂടുതൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? മൈഥിലിക്ക് സമ്മതം സാറേ? ഓക്കെ, വളരെ സന്തോഷം. ജോലിക്ക് എന്ന് ജോയിൻ ചെയ്യണമെന്ന് ഇന്ന് വൈകിട്ട് പറയാം. ഓ ഓ DGP ആണല്ലോ ദൈവമേ, എന്തായിരിക്കും കാര്യം? ഹലോ സർ. എന്താടോ SCP, എന്താ വിശേഷം? നത്തിങ് സർ. തൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ ഓക്കെയാണ് സർ. സന്തോഷം. തന്നെ കാണാൻ ഞാൻ തൻ്റെ വീട്ടിലേക്കൊന്ന് വരുന്നുണ്ട്. സർ, അക്കൂട്ടത്തിൽ തൻ്റെ വൈഫിനെയും കണ്ടൊന്ന് സംസാരിക്കാലോ? ഓക്കെ സർ. ശരി ശരി.
ആകെ പ്രശ്നമാവുമല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? കാത്തുനിന്ന് മുഷിഞ്ഞോ? സാറിന് വേണ്ടി കാത്തു നിൽക്കുന്നതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ആ കാത്തിരിപ്പിനൊരു പ്രയോജനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഒടുവില് പോസിറ്റീവായ ഒരു ന്യൂസും ഉണ്ടാവും. ഓഫ് കോഴ്സ്. ഇപ്പോഴും അതുപോലെ ഒരു ന്യൂസ് അറിയിക്കാനാ ഞാൻ ഇന്ദ്രജിയോട് കാണണമെന്ന് പറഞ്ഞത്. എന്താ സർ? നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെ. ഇന്ന് കാർത്തികിനെ കാണാൻ DGP ചെമ്പകമംഗലം സന്ദർശിക്കും. നേരോ സർ? നേര് തന്നെ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ കുറെ ദൂതന്മാരുണ്ട്. താങ്ക് യു സർ. ഞാൻ ഏൽപ്പിച്ച ഒരു ദൗത്യം സാറ് വളരെ ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. താങ്ക് യു. നിങ്ങളുടെ കാര്യം ഞാൻ എൻ്റെ ഒരു കാര്യമായിട്ട് തന്നെ എടുക്കുന്നത്. അതും അറിയാം സർ. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ചെമ്പകമംഗലത്തേക്കൊന്ന് പോവും. DGPയുടെ കയ്യിൽ നിന്ന് കാർത്തിക് ഡിസ്മിസൽ ഓർഡർ വാങ്ങുന്നത് എനിക്ക് നേരിട്ടൊന്ന് കാണണം. അവന്റെ അഹങ്കാരത്തിന് കിട്ടിയ മനോഹരമായ ആ അടി എനിക്ക് കൺകുളിർക്കെ കാണണം. സത്യം പറഞ്ഞാൽ സ്ത്രീ പീഡനമാണ് കേസ്. സർവീസിൽ നിന്നുള്ള ഡിസ്മിസൽ മാത്രമല്ല, ജാമ്യമില്ലാ വകുപ്പാണ്. അകത്ത് കിടക്കേണ്ടി വരും. കിടക്കട്ടെ, കിടക്കണം. അവനെ ഞാൻ അഴിക്കുള്ളിൽ കിടത്തും. ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ അവളെ ബലമായി പിടിച്ച് പരസ്യമായി താലി കെട്ടുക, അവളെ അപമാനിക്കുക. ഇക്കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ ആൾക്കാർ DGP അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങൾ കൃത്യമായി അറിയാനും ആക്ഷൻ എടുക്കാനുമാണ് DGP നേരിട്ട് തന്നെ ചെമ്പകമംഗലത്തേക്ക് പോകുന്നത്. അവിടെ മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്നവരാ എന്റെ ബദ്ധശത്രുക്കള്. ആ നന്ദിനിയും രാജലക്ഷ്മി അമ്മയും. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് കാർത്തിക്കിനെ ഒതുക്കണമെന്ന് തന്നെയാ എന്റെ വാശി. അതിന് കാരണം കാർത്തിക് ചെറുപ്പം മുതലേ അവരുടെ ആളായിരുന്നു. പക്ഷേ മീനാക്ഷി അങ്ങനെയല്ല. മാത്രമല്ല, മീനാക്ഷിയെ എന്റെ മകളായി എനിക്ക് കിട്ടണം. അവൾ എന്റേത് മാത്ര. കാർത്തിക് അകത്ത് കിടക്കണമെങ്കിലും അവന്റെ ജോലി പോകണമെങ്കിലും മീനാക്ഷിയുടെ മൊഴി പോലിരിക്കും. അവൾ DGPയോട് പറയണം തന്റെ അനുവാദമില്ലാതെ തന്നെ ബലമായി പിടിച്ച് താലി കെട്ടിയതാണെന്ന്. അവളങ്ങനെ മൊഴി കൊടുക്കുവോ? അതിനെന്താ സംശയം? അവൾക്കേറ്റ അപമാനത്തിന് അവൾ പ്രതികാരം വീട്ടാതിരിക്കോ? 100% അവൾ അവനെതിരായി മൊഴി കൊടുക്കും. എങ്കിൽ ACP കാർത്തിക് നേരെ ജയിലിലേക്ക്. ദുര്യോധനന് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് പോലെ ഇന്ദ്രജിക്ക് ചെമ്പകമംഗലം ശത്രുക്കളുടെ വീട. പക്ഷേ കണ്ണിന് ഇളനീർ കുഴമ്പ് പോലെ കുളിർമയേറിയ ആ കാഴ്ച കാണാൻ എനിക്ക് ചെമ്പകമംഗലത്തേക്ക് പോയല്ലേ പറ്റൂ. ഓൾ ദി ബെസ്റ്റ്. എങ്കിൽ ഇന്ദ്രജ പോയിട്ട് വാ. ഒരുക്കമായിരിക്കും. എന്താ മുടി കെട്ടാനും വിലക്കുകളുണ്ടോ? അയ്യോ, നീ എന്ത് തോന്നിയാസം വേണേലും ചെയ്തോ, എനിക്കെന്താ.
അതെ, ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ മറുപടി തരാം. അതെ, ഇന്ന് നിന്നോട് സംസാരിക്കാനേ ഒരു DGP വരും. അയാള് നിങ്ങളുടെ കല്യാണം നടന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ നീ എന്താ മറുപടി പറയാ? ആ, അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ അല്ലേ? നുണ പറഞ്ഞ അയാള് വിരട്ടി സത്യം പറയിപ്പിക്കും. അതുകൊണ്ട് അയാള് ചോദിച്ച ഞാൻ നടന്നത് അതുപോലെ പറയും. എന്നുവെച്ചാ എങ്ങനെ? ഭാര്യ ഉപേക്ഷിച്ചു പോയപ്പോ ആ നാണക്കേടിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചു. എന്നിട്ട് ബലമായി എന്നെ പിടിച്ച് താലി കെട്ടിയെന്ന്.